ബൗലക്കി അവല മുഷാഹുസ് ഹേഗ മുഷാഹുസ് ഹേഗ. ഒരാളിത് കേട്ടിട്ട് ഇത് ഏത് ഭാഷയാണെന്ന് ചോദിച്ചു. ചൈനീസ് ഭാഷയാണ് പറയണത്. അല്ല, ഇത് അറബിയാണ്. ഇത് അറബിയാണ്. അറബ് നാട്ടിലെ വിവിധങ്ങളായ ഡയലേറ്റ്സുകളുണ്ട്, സ്ലാങ്ങുകളുണ്ട്. ലഹ്ജാത്തുൽ അറബിയ എന്നാണ് അറബിയിൽ പറയുന്നത്. ലഹ്ജ ഏത് നാട്ടിലുണ്ട്. നമ്മളൊരു ചെറിയ കമ്മ്യൂണിറ്റി അല്ലേ, മലയാളി കമ്മ്യൂണിറ്റി. ഇതിന് തന്നെ എത്രയെത്ര വാക്കുകളുടെ വ്യതിയാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. എന്തുട്ടാന്നൊക്കെ ചോദിക്കൂലേ, നമുക്ക് അറിയുന്നില്ല ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക്. അപ്പോൾ ഇതേപോലെയുള്ള വ്യതിയാനങ്ങളെ നമ്മളിത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ഒരു ഡയലേഴ്സ് ഈജിപ്ഷ്യൻ മാത്രമാണെന്ന് എൻ്റെ അഭിപ്രായം. മറ്റതൊക്കെ നമ്മൾ കോമൺ സ്റ്റൈലിൽ നമുക്ക് പറഞ്ഞാൽ കിട്ടും. ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള ഒരു 3 വ്യത്യാസങ്ങളെ നമ്മളിന്ന് പരിചയപ്പെടാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ബൗലക്കേ അവിടെ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് അക്കൂലു എന്ന കാഫിനെ സാധാരണ മറ്റുള്ളവർ ഗ പറയുമ്പോൾ അത് പിന്നെ കുറച്ച് യോജിപ്പുണ്ട്. ഗൂഗിളിൻ്റെ ഗായിലേക്ക് മാറിയിട്ടുണ്ട്. ഗുല്ലി എന്നാ പറയാ, കുല്ലി എന്ന് പറയില്ല. എന്നോട് പ്ലീസ് ടെൽ മീ പ്ലീസ് എന്ന് പറയും. ബില്ലാഹി ഗുല്ലി എന്നാണ് പറയേണ്ടത്. അനഗിൽത്തില്ലക്ക് ഞാൻ നിന്നോട് പറഞ്ഞു. അവിടെയൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. കുൽത്തുലക്ക് എന്ന് പറയില്ല, ഗിൽത്തില്ലക്ക് എന്ന് പറയും. അതൊന്നും മനസ്സിലാക്കിയെടുക്കാനുള്ളൂ. പക്ഷെ ഈജിപ്ഷ്യൻസിൻ്റെ വ്യത്യാസം ക എന്ന അക്ഷരത്തിന് അ എന്നാണ് അധിക സ്ഥലത്ത് ഉപയോഗിക്കുക. 100% അല്ല കേട്ടോ, മനസ്സിലാക്കുക. എല്ലായിടത്തും ഉപയോഗിക്കാൻ നിൽക്കണ്ട, ചില സ്ഥലത്തൊന്നും ഉപയോഗിക്കില്ല. അത് അവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ വേണം. ആ സ്ഥലം ഏതാണെന്നതിൻ്റെ റൂളൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉല്ലി എന്നാ പറയാ അവര്. ഉല്ലി. ഉദാഹരണം അലം. എന്തൊക്കെ അലം എന്നാ ചോദിക്കുക. അലം എന്നാണ് യഥാർത്ഥത്തിൽ പതാക എന്നാ. ഇവിടെ കലം എന്ന അക്ഷരത്തിൻ്റെ അലം എന്ന് പറയും. സ്റ്റോപ്പ് എന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ സാധാരണ പറയല്ല അഗുല്ലക്ക് ഹബീബി അക്കൂലുലക്ക്. ഞാൻ കാര്യം പറയട്ടെ. ഞാനെന്ത് പറയട്ടെ, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പറയേണ്ട ആ ഒരു ശൈലി അറബികളും യൂസ് ചെയ്യും. അഗുല്ലക്ക് യാസീൻ, അഗുല്ലക്ക് ഹബീബി. ഒരു കാര്യം പറയട്ടെ, ഇതിന് മസ്രികൾ പറയുന്നൊരു രീതി ബൗലക്കേ എന്നാണ്. ബൗലക്കേ എങ്ങനെ ബാബിനെ ഫ്യൂച്ചർ പറയുമ്പോൾ ചേർക്കുമെന്നത് നമ്മുടെ ഒരു കോമൺ സ്റ്റൈലാണ്. അനബാത്തീഖ്, അനബമുറു അലേക്ക്, അനബാത്തിക്കാൻ തരാം, അനബമുറു അലേക്ക് ഞാൻ അതിലൂടെ വരാന്നൊക്കെ പറഞ്ഞ ബ. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് ആ എന്ന ഉച്ചാരണമാണ് കാക്ക് പകരം എന്നതാണ്. രണ്ടാമത്തത് ഏഷ് എന്നതിന് പകരം ഏ എന്നാ പറയാം. എന്താണ് ഏഷ് എന്ന. ബൗലക്കേ ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഏഷാദായ വലത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ കുട്ടിയെന്ന് ചോദിക്കണം. ഏതായ വല എന്ന് ചോദിക്കുക. ഏഷിന് ദാ, ഹാദക്ക് വലത് എന്നുള്ള വല. ഏതായ വല. ഒരു സാധാരണക്കാരന് തിരിവും കിട്ടൂല. ഓക്കെ, ഇതാണ് ബൗലക്കയ വല, ഇതാണ് പറയാം. ഓക്കെ, ഇങ്ങനെ അറബികൾ സംസാരിക്കുന്നത് പോലെ അവരുടെ ഡയലേറ്റ്സുകൾ കൂടി നമുക്ക് പഠിച്ചെടുത്ത് പോകാം. അറബിക്കിനോടൊപ്പം നിങ്ങൾ നിലകൊള്ളുക. എല്ലാവിധ ഭാഗങ്ങളും ശുക്രാൻ.